ഹലോ, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഫോട്ടോ നെയിം സ്ലിപ്പ് ചെയ്യുന്നതിൻ്റെ ലോങ് വീഡിയോ ആണ്. ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ അല്ലുള്ളൂ സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ. വീഡിയോ ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി ആദ്യം തന്നെ എഡിറ്റിങ്ങിലേക്ക് പോവേ. ആദ്യം തന്നെ ഞാനിതാ ക്യാൻവ ആപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ആപ്പോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിക്കാട്ട് ചെയ്യുന്നത്. ഇനി ആദ്യം തന്നെ ഇതിൽ A3 ഡോക്യുമെൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. A3 ഷീറ്റിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. A3 ഷീറ്റിൽ 30 നെയിം സ്ലിപ്പാണ് ഞാൻ ചെയ്യുന്നത്. ഈ ബ്ലാങ്ക് ആയ പേജിൽ താഴെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കും. അതിൽ എലമെൻറ്റ്സിൽ പോയിട്ട് റെക്റ്റാങ്കിളിൽ നിന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി റെക്റ്റാങ്കിൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പേജിലേക്ക് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് നെയിം സ്ലിപ്പിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുക. ഇനി താഴെ കാണുന്ന ഓപ്ഷനിൽ ക്യാമറ റോളിൽ പോയിട്ട് നമുക്ക് വേണ്ട ഒരു ഇമേജും കൂടി സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് വാൾപേപ്പറൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു വാൾപേപ്പറും കൂടെ ഞാൻ ഈ ഒരു പേജിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് വേണ്ട പിക്ചർ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ടു പേജിൽ നിന്ന് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പേജിലേക്ക് ഒന്ന് ആഡായി കിട്ടിക്കോളൂ. ഇനി ഈ ഒരു വാൾപേപ്പറിനെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് സൈസ് കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തതിനേക്കാളും റെക്റ്റാങ്കിൾ ഷേപ്പ് എടുത്തതിനേക്കാളും കുറച്ച് സൈസ് കുറച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സൊക്കെ ഒന്ന് ഇടയ്ക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലായി കിട്ടുക. ഇനി ഇതിൻ്റെ ട്രാൻസ്പെറൻസി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ഓപ്ഷനിൽ ട്രാൻസ്പെറൻസി എന്നുണ്ടാവും കേട്ടോ. അതൊന്ന് പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഒന്നും കൂടെ ഇതിൻ്റെ സൈസ് ഒന്ന് കൂട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ വലുതായിട്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വീണ്ടും ക്യാമറ റോളിൽ പോയിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ട ഫോട്ടോയും കൂടെ ഒന്ന് സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ഫോട്ടോ ആണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കോർണറും കൂടെ ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ കാണുന്ന ഓപ്ഷനിൽ നമുക്ക് കോർണറിന് കാണിക്കുക. അതിൽ പോയിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കോർണർ ഭാഗം ഒന്ന് ശരിയാക്കി എടുക്കാനാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ മറ്റേതൊക്കെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാൾപേപ്പർ മാത്രമാണ് കേട്ടോ കോർണർ ഒന്ന് ശരിയാക്കി എടുക്കുന്നത്. ഇത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റി കൊടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഏത് ഡിസൈനിൽ വേണമെങ്കിലും ചെയ്തെടുക്കുക. ഇതിന് പകരം നമുക്ക് കാർട്ടൂൺ പിക്ചറൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം പിൻട്രസ്റ്റിൽ കാർട്ടൂൺ പിക്ചറിൻ്റെ കുറേ വാൾപേപ്പേഴ്സ് ഉണ്ട്. അതും വേണമെങ്കിൽ ചെയ്തെടുക്കുക. അതേപോലെ ഈ ഒരു പ്രിൻറ്റിന് എനിക്ക് വരുന്ന ചാർജ് 40 രൂപയാണ് കേട്ടോ. അപ്പം ഞാനിത് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് 30 എണ്ണത്തിന് 95 രൂപക്കാണ്. ഇനി താഴെ കാണുന്ന ഓപ്ഷനിൽ ടെക്സ്റ്റിൽ പോയിട്ട് നമുക്കിതിലേക്ക് നെയിമും ക്ലാസ് ഡിവിഷന് സബ്ജക്റ്റ് സ്കൂളൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ അതും കൂടെ ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന നെയിം സ്ലിപ്പിൽ കുട്ടിയുടെ പേരും കുട്ടിയുടെ സ്കൂൾ നെയിമും കൂടെ കൊടുക്കലുണ്ട് കേട്ടോ. ബാക്കി അവർക്ക് ക്ലാസ് ഡിവിഷന് സബ്ജക്റ്റൊക്കെ ഉള്ളൂ അവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ടാവുക. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് ഒന്നും കൂടെ ഒരു വൃത്തിയായിട്ട് തോന്നല്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഞാനിതിൽ ഇടയ്ക്ക് സ്പീഡ് കൂട്ടുന്നുണ്ട് കേട്ടോ. വീഡിയോ വെറുതെ ലാഗ് അടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. ഇതേപോലെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇനി ഇതിലേക്കൊന്ന് ഇത് കറക്റ്റ് ചെയ്തൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കളറ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ കളറ് ചേഞ്ച് ചെയ്യുന്നില്ല, ഫോണ്ട് മാത്രമാണ് കേട്ടോ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ താഴെ കാണുന്ന ഓപ്ഷനിൽ ഫോണ്ടിൽ പോയിട്ട് നമുക്ക് വേണ്ട ഏത് ഫോണ്ട് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കുക. അപ്പം ഞാനിപ്പോൾ ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്ന കൂടുതൽ നെയിം സ്ലിപ്പിൽ ഞാൻ കൊടുക്കൽ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പണി. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ വാൾപേപ്പറിൻ്റെ കളറ് ഒന്ന് ട്രാൻസ്പെറൻസി കൂട്ടുക അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും ഇതിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലൂ ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നേരത്തെ വൈറ്റ് ഇനി കൊടുത്തിട്ടുണ്ടായിന് അവിടെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കളർന്ന് ചോദിക്കും താഴെ ഓപ്ഷൻസിൽ. അപ്പോൾ അതിൽ പോയിട്ട് നമുക്ക് ഏത് കളറാണോ വേണ്ടതെന്നൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ കിട്ടും കേട്ടോ. ഇനി വന്നിട്ട് ഇതിനെല്ലാം കൂടെ ഒരു ഗ്രൂപ്പാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ചെയ്ത് വെച്ചതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ തൊട്ട് കഴിഞ്ഞാൽ അതിലൊരു 3 ഡോട്ട് കാണിക്കും. ആ 3 ഡോട്ടിൽ പോയിട്ട് സെലക്ട് മൾട്ടിപ്പിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഓപ്ഷൻസൊക്കെ നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം നമുക്കൊരു ഗ്രൂപ്പാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഗ്രൂപ്പാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു A3 പേജിൽ 30 എണ്ണം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്ത് 5 എണ്ണം താഴേക്ക് 6 എണ്ണം വരുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു A3 ഷീറ്റിൽ 30 നെയിം സ്ലിപ്പ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുമേ. ആദ്യം തന്നെ ഒന്ന് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരു പ്ലസ് ഐക്കൺ വരും കേട്ടോ. പിന്നെ അതങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് മുകൾ ഭാഗത്തേക്ക് 5 എണ്ണം ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് പ്ലസ് ഐക്കൺ കൊടുക്കുന്ന സമയത്ത് അടുത്തതും അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ വന്നോളൂ. അങ്ങനെ 5 എണ്ണം അതിൽ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി അതിന് ഏതെങ്കിലും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ കാണിക്കുന്ന 3 ഡോട്ടിൽ പോയിട്ട് സെലക്ട് മൾട്ടിപ്പിൾ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ഒരു ഗ്രൂപ്പ് ആക്കി എടുക്കുക. ഇതാവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലോ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ഇനി ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിൽ മുകളിൽ കാണുന്ന ലാസ്റ്റ് ഓപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ഒക്കെ ചോദിക്കുക. അതിൽ നിന്ന് ഡൗൺലോഡ് സജസ്റ്റഡ് പോയിട്ട് PDF പ്രിൻ്റാണ് കേട്ടോ എടുക്കുന്നത്. PDF എടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലിയറിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ചെയ്യാൻ. ഇനി ഇതിൻ്റെ പ്രിൻറ്റിങ് വന്നിട്ട് നമുക്ക് സ്റ്റിക്കർ പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിൽ നിന്ന് അടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ വർഷത്തെ 2ാമത്തെ ബാച്ചായിട്ട് ചെയ്തിട്ടുള്ള നെയിം സ്ലിപ്പാണ് കേട്ടോ ഇത്. തുടക്കക്കാർക്കൊക്കെ ഓഫർ ഇട്ടിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടൈമാണ് കേട്ടോ ഇത്. സ്കൂൾ തുറക്കാനായോണ്ടിരിക്കുന്നത് അതിനെക്കൊണ്ട് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഓർഡേഴ്സൊക്കെ കിട്ടി ക്ലിക്ക് ആവാനും ചാൻസ് ഉണ്ട്. വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്.